ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. യെസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സർബത്താണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ സർബത്തിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് തരം ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നതിൽ നല്ലത് ഒരു 2-3 ഐറ്റംസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിളാണ്. ആപ്പിൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വാട്ടർമെലൺ ഇപ്പോൾ നല്ല സീസണാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് വാട്ടർമെലൺ ആഡ് ചെയ്യാം. മാംഗോസ് കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ, പക്ഷേ എനിക്ക് മാംഗോസ് കിട്ടിയില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സീഡ്ലെസ് ഗ്രേപ്സ് ആണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 3 ഐറ്റംസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സർബത്തിന് വേണ്ടിയിട്ട്: ആപ്പിളും വാട്ടർമെലണും അതുപോലെ ഗ്രേപ്സും. ഞാൻ പറഞ്ഞില്ലേ, മാംഗോ കിട്ടുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോന്നായി ആഡ് ചെയ്യുക. ഗ്രേപ്സ്, അതുപോലെ വാട്ടർമെലൺ, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിൾ. അപ്പോൾ ഇത് 3 എടുത്തു വയ്ക്കുക. ഇത് കൂടാതെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാലിൽ കുറച്ച് മുന്നേ തന്നെ ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യൂസും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ പ്യൂരി, അത് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ പ്യൂരി ഇതിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പാലിൽ ചിയാ സീഡും നമ്മൾ എന്ത് ചെയ്യണം, സോക്ക് ചെയ്യണം. അത് രണ്ടും നമുക്ക് ഇതിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സർബത്തിൽ മുന്നേ കൂട്ടി ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് മാത്രമാണ് കേട്ടോ. ഈ സർബത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. പിന്നെ നമ്മളിതിൽ ഡേറ്റ്സ് ചേർക്കുന്ന കാരണം തന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് മധുരം ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സർബത്ത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് എന്താ പറയുക, ഷുഗർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. പിന്നെ ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ചിയാ സീഡ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സർബത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സും പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർബത്ത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ആവശ്യത്തിന്, അതായത് നമ്മൾ എത്ര ഫ്രൂട്ട്സ് ആണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിനനുസരിച്ച് വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത് കേട്ടോ. അപ്പോൾ അത്രയും നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പാല്, ചിയാ സീഡ്, അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കാഷ്യൂസും ഡേറ്റ്സും എല്ലാം നന്നായിട്ട് ഇതിൽ മിക്സായി വരണം. അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ട് നട്ട്സ് ആഡ് ചെയ്യാം. അത് നമ്മളെടുത്ത് ആൽമണ്ട്സോ കാഷ്യൂസോ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ കാഷ്യൂസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വേനൽക്കാലമൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെയിലത്തു നിന്നൊക്കെ വന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ദാഹവും വിശപ്പും മാറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത്. എനിക്കിന്നും കിട്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഈ സർബത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു തരം ഫ്രൂട്ട്സ് തന്നെ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ മാറ്റി മാറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഈ സർബത്ത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് തരം ഫ്രൂട്ട്സ് ആഡ് ചെയ്യാതെ നമ്മളൊരു 2-3 കൂടി പോയൊരു 4 വരെ അത്രയും ഫ്രൂട്ട്സ് മാത്രം ആഡ് ചെയ്താൽ മതി. 3 തന്നെ ധാരാളം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഫ്രൂട്ട്സും ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന സമയങ്ങളിൽ മാറ്റി മാറ്റി ഉണ്ടാക്കി നോക്കുക. ഇതിൽ അവക്കാഡോ ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിഫറൻസ് ആണ്, എങ്ങനെ ആഡ് ചെയ്യണം, ഏതൊക്കെ ചേർക്കണം എന്നുള്ളത്. അപ്പോൾ ഈ സർബത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെയും ഫ്രൂട്ട്സ് വെച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫ്രൂട്ട് സർബത്തിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ, സീ യു.